ഈ കാണുന്ന ദൃശ്യങ്ങൾ പ്രധാനമന്ത്രിയുടെ വിമാനത്തെ അനുഗമിക്കുന്ന സുഖോയ് അടക്കമുള്ള വിമാനങ്ങൾ. അത് ഇന്തോനേഷ്യ അദ്ദേഹത്തിനുള്ള ആദരസൂചകമായാണ് സുഖോയ് വിമാനങ്ങൾ പ്രധാനമന്ത്രിയുടെ വിമാനത്തെ അനുഗമിച്ചുകൊണ്ട് അയച്ചത്. അതും ഒരു അപൂർവ കാഴ്ചയായി. മോദിയോടുള്ള രാജ്യത്തിൻ്റെ സ്നേഹം, അഭിമാനം അവർ പ്രകടിപ്പിച്ചു. VR കാർത്തിക് വിവരങ്ങളുമായി ചേരും. കാർത്തിക്, തുടർച്ചയായ സന്ദർശനങ്ങളാണ് പ്രധാനമന്ത്രിക്ക്. വിവിധ കരാറുകളിൽ ഒപ്പിടുന്നുണ്ട്. ഏതായാലും തന്ത്രപ്രധാനമായ പല കാര്യങ്ങളുടെയും വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുമെന്ന് കരുതാം, അല്ലേ? രഞ്ജിത്ത്, 6 ദിവസം ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി മോദി ഇന്നലെയാണ് പുറപ്പെട്ടത്. അദ്ദേഹം ജക്കാർത്തയിൽ എത്തിയിരിക്കുന്നു. ഇന്തോനേഷ്യയിൽ വളരെ ഊഷ്മളമായ സ്വീകരണമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചത്. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് വിമാനത്താവളത്തിൽ നേരിട്ടെത്തിയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. മാത്രമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിമാനം ഇന്തോനേഷ്യൻ അതിർത്തിയിൽ എത്തിയത് മുതൽ, അതിർത്തിയിൽ പ്രവേശിച്ചത് മുതൽ ഇന്തോനേഷ്യൻ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങൾ നരേന്ദ്രമോദിയുടെ വിമാനത്തിന് അകമ്പതി സേവിക്കുകയും ചെയ്തിരുന്നു. ഇന്തോനേഷ്യൻ വ്യോമസേനയുടെ ഒരു സുഖോയ് 30 വിമാനവും ഒരു F-16 വിമാനവുമാണ് മോദിയുടെ വിമാനത്തിന് അകമ്പടിയായി എത്തിയത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ അല്പം മുൻപ് കണ്ടത്. അത്തരത്തിൽ വലിയ തോതിൽ ആവേശകരമായ സ്വീകരണമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്തോനേഷ്യയിൽ ലഭിച്ചത്. ഇന്തോനേഷ്യൻ പ്രസിഡന്റുമായി ഇന്ന് ഉഭയകക്ഷി ചർച്ചകൾ നടക്കും. പ്രധാനമായും പ്രതിരോധം, ഊർജ്ജം, അതോടൊപ്പം തന്നെ മാരിടൈം സെക്യൂരിറ്റി അടക്കമുള്ള വിഷയങ്ങളിലാണ് ഇന്ന് ഉഭയകക്ഷി ചർച്ചകൾ നിർണായകമായി നടക്കുക. ഇരു രാജ്യങ്ങളും തമ്മിൽ വിവിധ ധാരണാപത്രങ്ങളിൽ ഒപ്പിടുകയും ചെയ്യും. പ്രതിരോധ രംഗത്തെ നിർണായക ചർച്ചകളാണ് ലോകം ഉറ്റുനോക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ഇന്ത്യയുടെ ബ്രഹ്മോസ് സൂപ്പർസോണിക് മിസൈലുകൾ അത് ഇന്തോനേഷ്യയ്ക്ക് കൈമാറുന്നതിലടക്കം നിർണായക ചർച്ചകൾ നടക്കും. ഇന്തോനേഷ്യയിലെ ഇന്ത്യൻ അംബാസഡർ തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം ഇത് സംബന്ധിച്ച പ്രതികരണം കഴിഞ്ഞ ദിവസം നടത്തുകയും ചെയ്തിരുന്നു. അതായത്, നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം വലിയ തോതിൽ ബ്രഹ്മോസ് മിസൈലുകൾക്ക് പ്രചാരം വർദ്ധിച്ചിട്ടുണ്ട്. അതുമുതലാണ് ചർച്ചകൾ സജീവമായത്. ആ ചർച്ചകളുടെ ഒരു തുടർ ചർച്ചകളാവും ഇത് നടക്കുക. ഇന്ത്യ ഇന്തോനേഷ്യയ്ക്ക് ബ്രഹ്മോസ് സൂപ്പർസോണിക് മിസൈലുകൾ കൈമാറുന്നതിലടക്കം നിർണായക ധാരണാപത്രങ്ങളിൽ ഇന്ന് ഒപ്പിടുമോ എന്നതാണ് കാത്തിരിക്കേണ്ടത്.